പ്രദീപ് ജോസഫാണ് പുതിയ വിവരങ്ങൾ മണ്ഡലത്തിൻ്റെയൊക്കെ തന്നെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ മനസ്സിലാക്കി തരാൻ ചേരുന്നത്. പ്രദീപ്, എറണാകുളത്തെ സംബന്ധിച്ചോളം വലിയൊരു അവകാശവാദത്തിനൊന്നും പറയേണ്ടതില്ല. ഷൈൻ ടീച്ചർ ഷൈൻ ചെയ്യുമോ? ഏതെങ്കിലും തരത്തിലൊരു ചലനമുണ്ടാക്കുമോ? ഹൈബിക്ക് മുന്നിൽ മറ്റെന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ? വിലയിരുത്തലുകളൊക്കെ എങ്ങനെയാണ് വരുന്നത് NDA ക്യാമ്പിൽ നിന്നും? ഹൈബി ഈഡൻ തന്നെ ഷൈൻ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് UDF ക്യാമ്പ് പൂർണ്ണമായും പുലർത്തുന്നത്. നമുക്കറിയാം, എറണാകുളം മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ UDF തങ്ങളുടെ സ്വന്തം മണ്ഡലം എന്ന് അവകാശപ്പെടുന്ന സ്ഥലമാണ് എറണാകുളം എന്ന് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നാലും അതല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലായിരുന്നാലും ചരിത്രം നോക്കിയാൽ അത് തന്നെയാണ് സാഹചര്യവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് എറണാകുളം മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത്. ഹൈബി ഈഡന് 1,69,503 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. മറ്റൊരു ആകസ്മികത എന്ന് പറയുന്നത്, അതിനു മുൻപ് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം എറണാകുളം മണ്ഡലത്തിൽ കിട്ടിയത് ഹൈബിയുടെ പിതാവായ ജോർജ് ഈഡനായിരുന്നു. 99 തെരഞ്ഞെടുപ്പിൽ 1,11,253 വോട്ടുകളുടെ ആണെന്ന് തോന്നുന്നു. 1,11,253 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇത്തവണ ഹൈബിയെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട ഒരു സ്ഥാനാർത്ഥിയെ ആയിരുന്നില്ല അദ്ദേഹം. അതേസമയം ഇടത് സ്ഥാനാർത്ഥിയെ പൊതുവിൽ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അധ്യാപക സംഘടനാ നേതാവ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് പരിചയമുണ്ട്, ശിഷ്യ സമ്പത്തുണ്ട്. പക്ഷേ മണ്ഡലത്തിലെ സാധാരണക്കാരായ വോട്ടർമാർക്ക് ശരിക്കും അവരെ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യം തന്നെയുണ്ടായി. ഇത് തന്നെയാണ് UDFന് ഏറ്റവും അനുകൂലമായ ഒരു ഘടകങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. മറ്റൊന്ന്, പരമ്പരാഗതമായ UDF മണ്ഡലമാണ്. തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്, ചില സാമുദായിക സമവാക്യങ്ങളുണ്ട്. അതെല്ലാം കൂടി ഒത്തുചേരുമ്പോൾ ഹൈബി മികച്ച വിജയം നേടുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. പക്ഷേ ഭൂരിപക്ഷം സംബന്ധിച്ചാണ് UDF പ്രവർത്തകർക്കിടയിൽ ഒരു തർക്കം നടക്കുന്നത് എന്ന് പറയാം. കാരണം പുതുമുഖ സ്ഥാനാർത്ഥിയായിരുന്നു എങ്കിൽ തന്നെ KJ ഷൈൻ സാമാന്യേന നല്ലവണ്ണം മുന്നേറിയിട്ടുണ്ട് എന്നാണ് ഇരു ക്യാമ്പുകളും കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷത്തിൻ്റെ അത്രയൊന്നും ഹൈബി ഒപ്പമെത്തില്ല. വിജയിച്ചേക്കാം, എന്നാൽ ഭൂരിപക്ഷം കുറയും എന്ന് തന്നെയാണ് ഇടത് ക്യാമ്പ് കണക്ക് കൂട്ടുന്നത്. അതേസമയം പറവൂർ പോലുള്ള മണ്ഡലങ്ങളിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് വ്യക്തമായ മുന്നേറ്റം നടത്താനാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. കാരണം അവർ പറവൂർ സ്വദേശിനിയാണ്. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി മണ്ഡലം എന്നുള്ള നിലയ്ക്ക് അവിടെ പരമാവധി വോട്ടുകൾ നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇടത് സ്ഥാനാർത്ഥിയുടെയും ഇടത് മുന്നണിയുടെയും പ്രചരണം. മറ്റ് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ വരുന്ന മറ്റ് മണ്ഡലങ്ങളിലും ക്രമേണ മുൻതൂക്കം നേടാൻ സാധിക്കുമെന്നതിന് ഇടത് ക്യാമ്പ് കണക്ക് കൂട്ടുന്നു. BJPയെക്കുറിച്ച് പറയുമ്പോൾ, NDAയെക്കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ KS രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. വ്യക്തിബന്ധങ്ങൾ ഏറെയുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. മാത്രവുമല്ല, ക്രൈസ്തവ സഭകളുമൊക്കെയായി അങ്ങേയറ്റം അടുത്ത ബന്ധം പുലർത്തുന്നു. ഇതൊക്കെ വോട്ടാക്കി മാറ്റാൻ കഴിയും എന്ന് തന്നെയായിരുന്നു പ്രചാരണ രംഗത്തെ കണക്ക് കൂട്ടൽ. എന്നാൽ മറ്റ് രണ്ട് മുന്നണികൾക്കായി കൂടുതൽ വോട്ടുകളും വിഭജിച്ച് പോകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ശരി, പ്രദീപ് ജോസഫ്.